ഹായ് ഓൾ, ഇന്ന് നമുക്കൊരു ഫുൾ ചിക്കൻ എങ്ങനെയാണ് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ നോക്കിയാലോ. കട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ സ്കിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ആദ്യം ലെഗിൻ്റെ ഈ ഭാഗത്താണ്, ഇവിടെ ഒരു ബോൺ ഉണ്ട്. അപ്പോൾ ആദ്യം ഈ സൈഡിൽ കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ എല്ല് മനസ്സിലാവും. അപ്പോൾ ആ എല്ലിൻ്റെ തൊട്ടപ്പുറത്ത് വെച്ചിട്ട് കട്ട് ചെയ്താൽ നമുക്കിങ്ങനെ ഒരു ഫുൾ ലെഗ് പീസ് കിട്ടും. നമുക്ക് മന്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ കട്ട് ചെയ്യാം, കറി വെക്കണമെങ്കിൽ അത് പിന്നെയും കട്ട് ചെയ്യാം, കാണിച്ചു തരാം. അതേപോലെ രണ്ട് സൈഡിലും നമ്മൾ ആ എല്ലൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് കാല് ഒന്ന് ബാക്കോട്ട് ട്വിസ്റ്റ് ചെയ്താൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. നമ്മുടെ ആ ലെഗ് പീസ്, വലിയ ലെഗ് പീസ് നമുക്ക് കിട്ടും. ഇനി അടുത്തത് ഞാൻ ചെയ്യുന്നത് ഈ നടുക്കുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഴീൻ്റെ ബാക്ക് സൈഡ്, എല്ലുള്ള സൈഡ് അതൊരു പീസായിട്ട് നമുക്ക് കിട്ടും. ഇത് സാധാരണ നമ്മൾ കറികളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, കാരണം കൂടുതൽ ബോണാണ് അതിനകത്ത് ഉണ്ടാവുക. നെക്സ്റ്റ് നമ്മൾ കഴുത്ത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കഴുത്തിൻ്റെ ഈ രണ്ട് സൈഡ്, ഇതാണ് കഴുത്തുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് കത്തി കൊണ്ട് ഇങ്ങനെ ഇറക്കിയാൽ ആ ഒരു കഴുത്തിൻ്റെ ഈ സൈഡും കിട്ടും, ഇതേപോലെ ഈ സൈഡും കിട്ടി നമുക്ക് കഴുത്ത്, ഫുൾ കഴുത്ത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനിയുള്ളത് വിങ്സും ബാക്കിയുള്ള കോഴീൻ്റെ പേഴ്സുമാണ്. അപ്പോൾ വിങ്സ് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആ വിങ്സിൻ്റെ സൈഡിലുള്ള ആ ഭാഗം കളയും, അത് ഞാൻ അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ വിങ്സും സെയിം ലെഗ് പീസ് പോലെ തന്നെ നമുക്ക് ആ വിങ്സിൻ്റെ ഭാഗം ട്വിസ്റ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ വിങ്സ് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കിത് ഈ പീസ് 2 പീസാക്കാൻ മാറ്റാൻ പറ്റും. അപ്പോൾ ഇതും എന്താക്കാറുണ്ട്, മന്തിയിലേക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന വലിയ പീസുകൾ എടുക്കാൻ പറ്റുന്നൊരു പോർഷനാണ്. ഇവിടെ 2 or 3 വലിയ പീസുകൾ നമുക്ക് കിട്ടും. അപ്പോൾ വിങ്സ് ഞാൻ മാറ്റാണ്. അതേപോലെ ലെഗിൻ്റെ പോലെ തന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വിങ്സിൻ്റെ ഭാഗം സെപ്പറേറ്റ് ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. കണ്ടോ, ഇനിയുള്ളത് ഫുള്ള് ചിക്കനാണ്, അതിനകത്ത് എല്ല് കുറവാണ്, നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റാണിത്. ഈ എല്ലുകൾ കുറവുള്ള സ്ഥലമായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു പോർഷൻ. അപ്പോൾ നമുക്ക് നല്ല ബോൺലെസ് പീസസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൈഡാണിത്. അതേപോലെ തന്നെ സെയിം 2 സൈഡ് ഉണ്ടല്ലോ, 2 സൈഡിൽ നമുക്ക് അതേപോലെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന 2 സൈഡാണ്. രണ്ട് ലെഗും കിട്ടി. ഇനി ഈ ലെഗ് സെപ്പറേറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ആ ലെഗിൻ്റെ നടുക്ക് തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലെഗും സെപ്പറേറ്റ് ആക്കാം കേട്ടോ. ഇനി കാര്യങ്ങൾ സിമ്പിളാണ്. ഇത് ചിക്കൻ്റെ ഓരോ പാർട്ട് എല്ല് മനസ്സിലാക്കി അത് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ജോബ് ഹാഫ് ഡൺ ആണ്. ഇനിയിപ്പോൾ നിങ്ങൾ എന്താണോ, കറിയാണോ അതോ നിങ്ങൾ എന്തെങ്കിലും ബിരിയാണിയാണോ വെക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചുള്ള പീസുകൾ മാറ്റിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.